മനുഷ്യന് നിഷ്ഠയും നിയന്ത്രണവും ആവേശവും ആദർശവും അനുസരണവുമായി നടത്താനുള്ള കാര്യങ്ങളാണ്. അത് നല്ലപോലെ മനസ്സിലാക്കണം. ഹൃദാകാശേ ചിദാദിത്യ, ഈ പുറത്ത് കാണുന്ന ദ്രവ്യാകാശത്തിൽ ഉദിക്കുന്ന സൂര്യനാണല്ലോ ഉദയം എന്ന് പറയുന്നത്. ആ സൂര്യൻ അറബിക്കടലിൽ ഇറങ്ങിപ്പോകുമ്പോഴാണല്ലോ അസ്തമനം. എന്നാൽ എൻ്റെ മനസ്സ് എപ്പോഴും നിൽക്കുന്നത് എവിടെയാ? ഹൃദാകാശേ, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഹൃദയാകാശമൊന്നുണ്ട്. ആ ഹൃദയാകാശത്തിൽ ഒരു ആദിത്യൻ ഉദിക്കണു. ആ ആദിത്യൻ ആരാ? ചിദാദിത്യ. ആ ആദിത്യനെ ഉദിക്കുന്നു എന്ന് പറയരുത്. ഉദിക്കണു എന്ന് പറഞ്ഞാൽ ഉദയത്തിന് മുമ്പ് പ്രകാശമില്ല എന്നർത്ഥം. ആ ചിദാദിത്യൻ എങ്ങനെയാ? സദാഭാതി, നിരന്തരം, ഒരു തരത്തിലുള്ള മുറിവോ ഒഴിവോ ഒന്നുമില്ലാതെ, ഒരു മറവുമില്ലാതെ, ഗ്രഹണമില്ലാതെ എല്ലാ സമയത്തും ഒരുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദയമല്ല, അസ്തമനമല്ല, ഭാനമാണ്, പ്രകാശമാണ്. ഉദയാസ്തമയൗനസ്ത. ആ ചിത് സൂര്യന് ഒരു വിധത്തിലുള്ള ഉദയമോ അസ്തമനമോ ഇല്ല. അപ്പം ഞാൻ ആരെ ചൊല്ലി എന്തിനെ കണക്കാക്കിയണ്ട? കഥം സന്ധ്യാമുപാസ്മഹേ, ഏത് സന്ധ്യ ഞാൻ ഉപാസിക്കുകയാണ്? ഏത് സന്ധ്യയാണ് ഞാൻ ഉപാസിക്കുകയെന്ന്? ഉദയമുണ്ടെങ്കിലല്ലേ ഉദയസന്ധ്യാവന്ദനമുള്ളൂ, പ്രാതസന്ധ്യാവന്ദനം. അസ്തമനമുണ്ടെങ്കിലല്ലേ സായം സന്ധ്യാവന്ദനമുള്ളൂ. ഇത് സായങ്കാലവുമില്ല പ്രാതഃകാലവുമില്ല, ഒരേപോലെ പ്രകാശമാണ്. രാത്രിയും പകലും ഇല്ലാത്തൊരു പ്രകാശമാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അതാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ആധാരം, എനിക്ക് ആശ്രയം, എൻ്റെ ലക്ഷ്യം, എൻ്റെ ബലം, എൻ്റെ ധ്യാനം, എൻ്റെ മനനം, എൻ്റെ വിചാരം, അത് മുഴുവനും അതാ. അങ്ങനെ ഒരാൾക്ക് കഥം സന്ധ്യാമുപാസ്മഹേ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒരൊറ്റ ആൾ വിചാരിക്കരുത് ഇത് കയ്യിൽ പിടിച്ചാൽ പിടിപെടാത്തതാണെന്ന്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വലിയ ബുദ്ധിയും വേണ്ട. ഈ പറയണതൊക്കെ ഗ്രഹിക്കാനുള്ള ഒരു തയ്യാറും സന്നദ്ധതയും ഉണ്ടെങ്കിൽ മതി. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയൗനസ്തഃ കഥം സന്ധ്യാം ഉപാസ്മഹേ. അതാണ് ഇവിടെ നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. 5000 കൊല്ലം മുൻപ് ശുഗമഹർഷി ഉണ്ടാക്കിയ അഷ്ടകത്തിൻ്റെ ഒരു വരിയും അടുത്ത കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന കാക്കശ്ശേരി പറഞ്ഞിട്ടുള്ള ആ അനുഷ്ടുപ്പ് ശ്ലോകവും എത്ര ബന്ധപ്പെടുന്നു എന്ന് നോക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാക്കശ്ശേരി ഭട്ടതിരിയോ ശുഗമഹർഷിയോ ആകാം. പക്ഷേ നിങ്ങൾ കുടുംബത്തിലേ കുത്തിയിരിക്കുള്ളൂ. ദാമ്പത്യ ജീവിതമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. കുട്ടികൾക്ക് കുട്ടികളും 4ാം തലമുറ കണ്ടിട്ട് വേണം മരിക്കാൻ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല. 4ാം തലമുറയെ കണ്ടാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൻ്റെ നിരന്തര ഭാവം, നിരന്തരമായ പ്രകാശമാണ് ആത്മജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്താവശ്യപ്പെടുന്നു അത് അന്യൂനം നമുക്ക് നൽകുന്നതാണ് ഈ ജ്ഞാനനിഷ്ഠ. ഇനി 46ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. എന്താ കൃഷ്ണ ഇങ്ങനെ വേദങ്ങളെ ഒരു നിലയ്ക്ക് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? വേദങ്ങൾ മുഴുവനും ത്രിഗുണ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. അർജുനൻ നിസ്ത്രൈഗുണ്യനായി തീരണം. അപ്പൊ വേദവിധികളോടും നിഷേധത്തിനോടും പൂർണ്ണമായ വൈമനസ്യം അതിൽ നിന്ന് പൂർണ്ണമായി അകന്നിരിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള നിഷേധമല്ലേ? ഈ വേദങ്ങൾ ദിവ്യമല്ലേ, പവിത്രമല്ലേ? ആ വിധി അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വെറുതെയാണോ വേദങ്ങൾ പറയുന്നത്? സോമയാഗം ചെയ്യൂ, ജ്യോതിഷ്ഠോമം ചെയ്യൂ, അശ്വമേധയാഗം ചെയ്യൂ, ഇങ്ങനെ പലതും ചെയ്യാൻ പറയുന്നുണ്ട്. സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ, അഗ്നിഹോത്രാദികൾ നടത്തണമെന്ന് പറയുന്നു. ആ പുണ്യകർമ്മങ്ങൾക്കൊന്നും ഒരു പുണ്യഫലവും ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. പരിമിതങ്ങളാണെന്നേ പറയുന്നുള്ളൂ. ആ പരിമിത ഫലങ്ങൾ കൊണ്ട് നമുക്ക് നിരന്തരത്വം വരില്ല. ഇപ്പൊ പുണ്യം ചെയ്തു, ആ പുണ്യത്തിന് പുണ്യഫലം കിട്ടി. അപ്പുറത്ത് ചെയ്യുന്ന പാപങ്ങൾക്കോ?
പാപങ്ങൾക്കോ അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലല്ലോ. പുണ്യം എന്നുള്ള സങ്കല്പം തന്നെ പാപത്തിന് വിപരീതമായിട്ടുള്ളതല്ലേ. അപ്പൊ പുണ്യം ആശ്രയിക്കുന്നവൻ അതേ കാരണത്താൽ പാപത്തെ വെറുക്കുന്നു. അപ്പൊ പുണ്യസ്നേഹം പാപവെറുപ്പാണ്. അപ്പൊ പുണ്യം നമുക്ക് നല്ലത് തരുമെങ്കിൽ അതേ കാരണത്താൽ പാപം നമുക്ക് ചീത്തയും തരും. അപ്പൊ മനുഷ്യന് രക്ഷ വേണമെങ്കിൽ ഇത് രണ്ടും കൂടി വിടലേ വഴിയുള്ളൂ. സുഖം വേണം എന്ന് പറഞ്ഞാൽ സുഖത്തിന് മുൻപുള്ള ദുഃഖം അനുഭവിച്ചേ സുഖമുണ്ടാവൂ. സുഖം കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് ദുഃഖവുമാണ്. അപ്പൊ രണ്ട് ദുഃഖങ്ങൾക്കിടയിലാണ് സുഖം. അപ്പൊ രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള സുഖം എങ്ങനെ സുഖിക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും? അപ്പൊ ഇത് രണ്ടിനെയും വിടുകയല്ലാതൊരു വഴിയില്ല. അങ്ങനെ രണ്ടും വിട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താ? നഷ്ടമോ ലാഭമോ? ഇപ്പൊ ചുരുങ്ങിയത് പുണ്യകർമ്മങ്ങളിൽ നിന്നുള്ള പുണ്യാനുഗ്രഹ ഫലമെങ്കിലുമുണ്ട്. അത് വിട്ടുകഴിഞ്ഞാൽ അത് പോകുമല്ലോ. അപ്പൊ ഇല്ലത്തുനിന്ന് പോവുകയും ചെയ്തു, അമ്മാത്തയ്ക്കൊട്ട് എത്തിയതുമില്ല. അങ്ങനെയുള്ള ഒരു ഗതികേട് വരില്ലേ എന്ന് ചോദിച്ചാൽ വരില്ല. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഞാൻ ഈ പറഞ്ഞു തരുന്ന മാർഗം ജ്ഞാനമാർഗമാണ്. ഞാൻ പറയുന്നത് വാക്കുകളാണ്, സംവാദമാണ് നമ്മൾ തമ്മിൽ നടത്തുന്നത്. ഈ സംവാദത്തിന് വിലയുള്ളത് മനസ്സിലാക്കണം. അപ്പുറത്ത് ഒരു ഹോമകുണ്ഡമുണ്ടാക്കി ഹോമദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. അത് വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഋത്വിക്കുകളുടെ സഹായത്തോടു കൂടി ഓരോന്നോരോന്നായി ഹോമിച്ചു. 2-3 മണിക്കൂർ നേരം കഴിഞ്ഞു. നമ്മൾ ഹോമിച്ചതൊക്കെ വെണ്ണീറായി. അഗ്നിഭഗവാനോട് പറഞ്ഞു ഓരോരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കണമെന്ന്. അഗ്നിഭഗവാനുണ്ടോ അത് കൊണ്ടെത്തിക്കാൻ പോണു? കിട്ടിയെന്ന് ദേവതകൾ പറയാൻ പോകുന്നുണ്ടോ? ചെയ്തു എന്നുള്ളൊരു കൃതാർത്ഥത മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പൊ ഉദ്ദിഷ്ടഫലമോ അതോ കൃതാർത്ഥതയോ അവിടെ കിട്ടുന്നത്? ഉദ്ദിഷ്ടഫലത്തിനെ പറ്റി പറയാൻ പറ്റില്ല. കൃതാർത്ഥത ഒരു പക്ഷേ കിട്ടിയെന്ന് വരാം. ഈ കൃതാർത്ഥത രചിക്കുന്നത് ഹോമകുണ്ഡമോ അഗ്നിയോ ദ്രവ്യങ്ങളോ ആണോ അതോ അവനവൻ്റെ മനസ്സോ? ആ മനസ്സാണ് രചിക്കുന്നത്. അപ്പൊ നമ്മുടെ കൃതാർത്ഥതയ്ക്ക് നിദാനം നമ്മുടെ മനസ്സാണ്. നേരെ മറിച്ച് ഇവിടെയോ യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. അർജുന, ഒരു ഭാഗത്ത് കർമ്മം യാഗം യജ്ഞം ചെയ്യണു, മറുഭാഗത്ത് ഞാനിതാ പറയണു, നീ ഇതാ കേൾക്കണു. ഇത് വാസ്തവത്തിൽ വലിയ ഒരു യാഗവും യജ്ഞവുമാണ്. ഇവിടെ ഹോമദ്രവ്യം പ്രവക്താവ് പറയുന്ന വാക്യങ്ങളാ, അത് സ്വീകരിക്കുന്ന അഗ്നിയോ കേൾക്കുന്നവൻ്റെ കർണപുടങ്ങളും. അപ്പൊ അർജുനന്റെ കർണപുടങ്ങളിൽ ഹോമദ്രവ്യം ഇങ്ങനെ കൊടുക്കുകയാണ്. ആരെ? കൃഷ്ണൻ വാക്കിലൂടെ. ചെവിയിൽ ഒഴിക്കാൻ എന്താ പറ്റുക? അഗ്നിയിൽ നെയ്യൊഴിക്കാം. ചെവിയിൽ നെയ്യൊഴിച്ചാലോ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ചെവിക്ക് കൊടുക്കാനുള്ള ആഹുതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാക്കുകളെ പറ്റുള്ളൂ. കണ്ണിനുള്ളതോ രൂപമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെവിയെ ഹോമകുണ്ഡമായി സങ്കല്പിച്ച് വാക്കുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മനസ്സിൽ ജ്ഞാനമുളവാക്കുന്നതാണ് ഈ യാഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു യാഗം എന്നുള്ള നിലയ്ക്ക് ഇതും നല്ല യാഗം തന്നെയാണ്. മറ്റതിൻ്റെ ഫലം മരണാനന്തരമാണെങ്കിൽ ഇത് കേട്ട മാത്രയിൽ ഇതിൻ്റെ ഫലമുണ്ടാവും. ഞാൻ പറയണത് നീ നല്ല പോലെ കേട്ടാൽ നിന്റെ മനസ്സിൽ എങ്ങനെ ഭയവും സംശയവും വിഷമവും ഉണ്ടായോ അതേപോലെ അതേ മനസ്സിൽ ഇതെല്ലാം മാറി നിന്ന് തെളിച്ചവും ആനന്ദവും സ്ഥൈര്യവും അനുഭവപ്പെടും. അപ്പൊ സദ്യ ഫലമാണ് ഇതിന് മുഴുവനും. അപ്പൊ ഈ ജ്ഞാനമാർഗം വളരെ വിശേഷപ്പെട്ടതാണ്. ബ്രാഹ്മണസ്യ വിജാനതഃ, നല്ല പോലെ അറിയുന്ന ഒരു ബ്രാഹ്മണൻ വേദങ്ങൾ വായിച്ചു മനസ്സിലാക്കി. വേദവിധികളെല്ലാം രോചനാർത്ഥങ്ങളാണ്, രുചിപ്പിക്കാനുള്ളതാണ്. അതിന് പറയുന്ന മാതിരി ഒരു ഫലമോ അർത്ഥമോ ഇല്ല. പരോക്ഷവാദമാണ് എല്ലാം. മനുഷ്യന്റെ മനസ്സിനെ ആകർഷിപ്പിച്ച് അതിൽ അവസാനം വൈരാഗ്യം ജനിപ്പിച്ച് വിവേകമുളവാക്കി പരമാത്മപദത്തിൽ എത്തിക്കാനാണ് വേദങ്ങൾ പുറപ്പെടുന്നത്. അതിൽ വഴിയിൽ മധ്യത്തിലുള്ളതാണ് ഈ കർമ്മകാണ്ഡങ്ങൾ മുഴുവനും എന്ന് മനസ്സിലാക്കി തത്വം മനസ്സിലാക്കിയ ഒരു ബ്രാഹ്മണനുണ്ടല്ലോ. അപ്പൊ വേദങ്ങൾക്ക് എല്ലാം കൂടി പറയാനുള്ളത് എന്താ? ബ്രഹ്മവിദ് ആപ്നോതി പരം. ഇതാണ് വേദത്തിന്റെ വാക്യം. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ജീവിതത്തിൽ പരമലാഭം, അന്തിമലാഭം. ആ ബ്രഹ്മത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന മഹാവാക്യങ്ങളാണ് ഓരോ വേദങ്ങളിലും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ? പ്രകർഷേണയുള്ള ജ്ഞാനം. അത് ബുദ്ധിയിലുള്ള ഒരു ഉപലബ്ധിയാണ്. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ് ബ്രഹ്മം എന്ന് പറയുന്ന സത്താവിശേഷം.
ജ്ഞാനമാണ് അതിൻ്റെ പ്രകാശം. ആ ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി യജുർവേദം. അഹം അഹം ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ പരബ്രഹ്മത്തെയാണ്. നീ നീ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതും അതേ പരബ്രഹ്മത്തെയാണ്. തത്വമസി അയം ആത്മാ ബ്രഹ്മ. എല്ലാവരിലും ആത്മരൂപേണ പ്രകാശിപ്പിക്കുന്ന ഉൾസത്തയും ഉൾപ്രകാശവും ഉണ്ടല്ലോ, അതാണ് സർവവ്യാപകമായ ബ്രഹ്മപ്രകാശം. ഈ മഹാവാക്യങ്ങളാണ് വേദങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ മഹാവാക്യങ്ങളിൽ അധിഷ്ഠിതമായി വേദതത്വവിചാരം, വേദാന്ത തത്വവിചാരം, ആത്മതത്വവിചാരം ചെയ്ത് ശ്രവണവും മനനവും നിധിധ്യാസനവും ശീലിച്ചാൽ ഒരുത്തൻ വിജ്ഞനായി, തജ്ഞനായി, വിശേഷജ്ഞനായി. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണന് യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ, എല്ലാ ദിക്കിലും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുടം വെള്ളമോ ഒരു മൊന്ത വെള്ളമോ ഒരു കിണ്ടി വെള്ളമോ അതിൻ്റെ ആവശ്യമുണ്ടോ? സർവ്വദിക്കിലും വെള്ളം നിറഞ്ഞു കിടക്കുക. അവിടെ പിന്നെ വെള്ളത്തിന് വേണ്ടി ഒരു കിണർ കുഴിക്കണ്ട, കുളിക്കാൻ വേണ്ടി അന്വേഷിച്ചൊരു തടാകത്തിലോ കുളത്തിലോ പോണ്ട, ഒരു പുഴയും അന്വേഷിച്ച് ചെല്ലണ്ട. കിണറിലായാൽ കുറേ താഴത്താ വെള്ളം, കുളത്തിലായാൽ കുറച്ചും കൂടിയും സമീപത്താ വെള്ളം, പുഴയിലായാലോ ഒഴുകുന്ന വെള്ളം ഒക്കെ ഭൂമിക്ക് താഴത്താ. ഇവിടെ ഭൂമിയുടെ മുകളിൽ 5 അടി 6 അടി പൊന്തിക്കിടക്കുന്നത് വെള്ളം. അപ്പം എല്ലാ ദിക്കിലും ശുദ്ധവെള്ളം മൂടിക്കിടക്കുന്നത് പോലെയാണ് വേദം വായിച്ച് വേദാന്തത്തിൽ ഗ്രഹിച്ച് വേദാന്ത തത്വം ഗ്രഹിച്ച് അവസാനം ആത്മജ്ഞനായി ഉള്ള ആനന്ദത്തോട് ഉൾപ്രകാശത്തോടു കൂടി അങ്ങനെ മകിഴ്ന്നു കഴിയുന്ന ആ നില. അങ്ങനെ ഒരാൾക്ക് ഒരു മൊന്ത വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തതുപോലെയാണ് ഈ വേദവിധികൾ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഫലങ്ങൾ എല്ലാം തന്നെ. അത് സ്വർഗമാകട്ടെ, ബ്രഹ്മലോകമാകട്ടെ, ഇന്ദ്രപദവിയാകട്ടെ, പ്രജാപതിയുടെ പദവിയാകട്ടെ, പാതാള ചക്രവർത്തിത്വമാകട്ടെ, യാതൊന്നും ആവശ്യമില്ല. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ. സർവത സംപ്ലുതോദകേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന വെള്ളം, എല്ലാ സ്ഥലവും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കേ. യാവാനർത്ഥ ഉദപാനേ. ഒരു ചെറിയ പാത്രം നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് വല്ല ആവശ്യമുണ്ടോ? അതിന് പുറപ്പെടണോ? താവാൻ സർവേഷു വേദേഷു. അതുപോലെയാണ് എല്ലാ വേദങ്ങളിലും ബ്രഹ്മജ്ഞാനം കൈവരിച്ച ഒരു ബ്രാഹ്മണന്റെ നിലയാണ്. ഈ സത്യവും ഈ ബ്രാഹ്മണൻ മനസ്സിലാക്കുന്നത് എവിടുന്ന? വേദഘോഷങ്ങളിൽ നിന്നും വേദസത്യങ്ങളിൽ നിന്നുമാണ്. അവിടുന്നാണ് ഈ അറിവ് നമുക്ക് വരുന്നത്. ബ്രഹ്മജ്ഞാനമാണ് പരമം. ആ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ശ്രവണവും മനനവും നിധിധ്യാസനവുമാണ് ചെയ്യേണ്ടത്. ജ്ഞാനനിഷ്ഠയാണ് അതിനുള്ള വഴി. ഈ ജ്ഞാനനിഷ്ഠ മനസ്സിലും ബുദ്ധിയിലുമാണ് അധിഷ്ഠിതം. പുറമേ ഒരു വസ്തു അതിന് ആവശ്യമില്ല. അഗ്നിയെ ജ്വലിപ്പിക്കണ്ട, ഉദയാസ്തമനങ്ങൾ നോക്കണ്ട. ഇതിന് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി, ബുദ്ധിയുടെ ഏകാഗ്രത. ആ ഏകാഗ്രത ഉപയോഗിച്ച് പരബ്രഹ്മത്തിന് സർവവ്യാപകമായ ആകാശത്തെ പോലെ ആ ചിദാകാശത്തെ മനസ്സിലാക്കി അതിൽ ലയിക്കണം. ഈ ലയം ഉള്ളിലാണ് നടക്കുന്നത്, പുറത്തല്ല. അപ്പം നമുക്ക് അഗ്നി വേണ്ട, ഹോമകുണ്ഡം വേണ്ട, ഋത്വിക്കുകൾ വേണ്ട, ഒന്നും വേണ്ട. അവരൊക്കെ അവരിയ്ക്കുന്ന സ്ഥാനത്ത് ഭംഗിയായിട്ടിരുന്നോട്ടെ. എല്ലാ യാഗങ്ങളും ചെയ്താൽ എന്ത് കിട്ടുമോ ഫലം? ഓരോ യാഗം ചെയ്ത് ഓരോരോ ഫലം നേടുന്നതിന് പകരം സർവയാഗങ്ങളുടെയും സർവഫലം സദാ അനുഭവിക്കുന്നവനാണ് ബ്രഹ്മജ്ഞാനി. എത്ര മനോഹരമായി പറയണു കൃഷ്ണൻ. അതുകൊണ്ട് ഞാൻ നിസ്ത്രൈഗുണ്യനാവണം നീ എന്ന് പറയുമ്പോൾ അന്യഥാ നിനക്ക് കിട്ടുന്ന കാര്യങ്ങളെ നിഷേധിച്ച് നിന്നെ മൊഷടനാക്കാനല്ല, ഒന്നിനും കൊള്ളാത്തവനാക്കാനല്ല, എല്ലാം നിറഞ്ഞു നിന്നിൽ പരിലസിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കേട്ടാൽ അർജുന പിന്നെ നിനക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. നിന്റെ ഉള്ളിൽ നിറഞ്ഞു പൊങ്ങും നീ ആവശ്യപ്പെടുന്ന ആനന്ദം, സന്തോഷം, സംതൃപ്തി, സൗഭാഗ്യം, സാഫല്യം, മികവ്, നിറവ് ഒക്കെ തന്നെ. മുണ്ടകോപനിഷത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിലോ കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിർജായതേ തത്ര തത്ര പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഈ മുണ്ടകോപനിഷത്തിലെ ഈ ശ്ലോകങ്ങൾ ഞാൻ കൽക്കട്ടയിലുള്ള കാലത്ത് വായിച്ചതാ ആദ്യമായിട്ട്. ആ ഒരൊറ്റ വായന ഒരു പക്ഷേ 2-3 ദിവസം എടുത്തിട്ടുണ്ടാവും. വൈകുന്നേരം ഒരു 10:30 മണിക്കൊക്കെയാണ് വായിക്കാൻ തുടങ്ങുക.
ബാക്കി എല്ലാ ദിനചര്യകളും കഴിഞ്ഞ് സമയം കിട്ടണോ, ഉറങ്ങുന്നതിന് മുൻപ് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വായിക്കും. അങ്ങനെ 2 3 എന്ന് എനിക്കറിയില്ല, 3 ദിവസം കൊണ്ടാണ് വായിച്ചു തീർത്തത്. ആ വായിച്ചു തീർത്തത് അതേപടി മനസ്സിലോ ബുദ്ധിയിലോ കിടക്കണം. അതിലെ മുദ്ര വയ്ക്കാവുന്ന ശ്ലോകങ്ങളാണിത്. കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിർ ജായതേ തത്ര തത്ര. ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണോ അഭിലാഷം, ആ അഭിലാഷം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പരിശ്രമിച്ച ആ അഭിലാഷം നമുക്ക് കിട്ടണം. ഇപ്പൊ സ്വർഗം കിട്ടണം, പ്രജാപതി ലോകം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ വേദങ്ങൾ വിധിക്കുന്ന ചില യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് അതിനോട് അഭിലാഷം, ആ അഭിലാഷം ഉദിക്കുന്നത് മനസ്സിലാണ്. ആ അഭിലാഷത്തെ തുടർന്നാണ് കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്താലാ എനിക്ക് സ്വർഗം കിട്ടുക? അപ്പൊ വേദങ്ങൾ പറയണു, ജ്യോതിഷ്ഠോമേന സ്വർഗകാമോ യജേത. ജ്യോതിഷ്ഠോമം മൂലം സ്വർഗം അഭിലഷിക്കുന്നവൻ യജിക്കണം. എന്നാ സ്വർഗം വേണം, ജ്യോതിഷ്ഠോമം ആയിക്കളയാം. അപ്പൊ ഇവിടെ എന്താ ഉദിക്കുന്നത്? കാമാന്യഃ കാമയതേ മന്യമാനഃ. മനസ്സിലൊരു കാമം ഉദിക്കുന്നു. ആ കാമവൃത്തിയായി, പിന്നെ ആശയായി നമ്മുടെ മനസ്സിൽ. ആ ആശ നിറവേറ്റാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഒരു ഇരിപ്പില്ലാത്തത്, സ്ഥിരതയില്ലാത്തത് കൊണ്ട് എന്തോ ചെയ്യണു. ചെയ്തിട്ടോ ഈ സ്വർഗം എപ്പോഴാണ് കിട്ടുക? മരിച്ചതിന് ശേഷം. സകാമഭിഹി ജായതേ തത്ര തത്ര. ആ മനസ്സിലുള്ള അഭിലാഷം അയാളെ തെളിച്ചു കൊണ്ടുപോയി, നയിച്ചു കൊണ്ടുപോയി എവിടെ എങ്ങനെ അഭിലഷിച്ചുവോ ആ അഭിലഷിച്ച സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പക്ഷേ ജനിപ്പിക്കുമായിരിക്കാം. ആയിരിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ജനിച്ചു, നമുക്കും ബാക്കിയുള്ളവർക്കും അറിയാം. സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് ഇപ്പൊ ആർക്കും അറിയാം. എവിടെയാ ഈ സ്വർഗം? ആരാ പോയ ആള്? ആരുടെ അടുത്ത് നിന്നെങ്കിലും ഒരു പോസ്റ്റ് കാർഡോ ഒരു ടെലികമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇന്നത്തെ കാലത്തെ SMS ഒരു സ്വർഗവാസിയുടെ അടുത്ത് നിന്ന് ഒരു SMS കിട്ടിയാൽ എത്ര നന്നായി. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സകാമഭിഹി ജായതേ തത്ര തത്ര. സമ്മതിച്ചു ഫലം ഉണ്ടെന്ന്. എന്നാൽ എന്തുണ്ടായി? നിങ്ങളുടെ മനസ്സിൽ ഒരു ആശ ഉദിച്ചു. ആ ആശയെ പിന്തുടർന്ന് ചില പ്രവൃത്തികൾ ചെയ്തു. ആ പ്രവൃത്തികൾ എന്താ? നമ്മൾ വിശ്വസിക്കുന്നു ഇത് ചെയ്താൽ അത് കിട്ടും. അപ്പൊ എൻ്റെ വിശ്വാസത്തിൻ്റെ മുകളിൽ ഞാനൊരു പ്രവൃത്തി എടുക്കുക. പ്രമാണം എൻ്റെ വിശ്വാസമാണ്. വേദം പറഞ്ഞു, വിശ്വസിച്ചു, കഴിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ആൾ അവിടെ പോയിട്ട് ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ആശയ്ക്കും ഓരോരോ സ്ഥലത്തും ജനിക്കണ്ടേ? കുട്ടികൾ വേണമെന്ന് തോന്നിയാൽ അതിന് പറ്റിയ ജന്മം, സ്വർഗം വേണമെന്ന് തോന്നിയാൽ അതിന് പറ്റിയ ജന്മം, വൈകുണ്ഠം വേണമെങ്കിൽ അതിന് പറ്റിയ ജന്മം. ഇങ്ങനെ എത്ര സ്ഥലത്താ? അപ്പൊ മനസ്സിൻ്റെ അഭിലാഷങ്ങളെ അനുസരിച്ചുള്ള പ്രവൃത്തികളും ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ജന്മവിശേഷങ്ങളും നമുക്കുണ്ടാവണം. ഇതാണ് ഒരു ഭാഗത്ത്. ഇതൊക്കെ അന്യാശ്രയമാണ്, നമ്മളെ വിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് വേറെ ഒരു പോക്കുണ്ട്. അതെന്താ? പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു. നമ്മുടെ അഭിലാഷം തന്നെ എന്ത്? ബ്രഹ്മവിദ് ആപ്നോതി പരം ആയിക്കോട്ടെ. ബ്രഹ്മത്തെ അറിയുന്നവന് പരമലാഭമുണ്ടാവുന്നു. എന്താണ് ഈ ബ്രഹ്മം? ആത്മപ്രാപ്തി. ആത്മാവോ തൻ്റെ ഉള്ളിലുള്ളത്. എങ്ങനെ അറിയാം? ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണത്. ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഉവ്. അപ്പൊ പറയാനായിട്ടൊരു കാരണവും ഒരു അസ്തിത്വവും അതിൻ്റെ പിന്നിലില്ലേ? ഉവ്. അതെവിടെയാ? ദേഹത്തിൻ്റെ ഉള്ളിൽ. മുതുവിന് പിന്നിലും പോണ്ട, മാറിൻ്റെ മുമ്പത്തും പോണ്ട, വലത്ത് ഭാഗത്തേക്കും പോണ്ട, ഇടത്ത് ഭാഗത്തേക്കും പോണ്ട, തലയ്ക്ക് മോളും കാലിന് കീഴിലും പോണ്ട. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ആത്മാഭിമുഖമായി പ്രവർത്തിച്ച് ശ്രവണമനന നിധിധ്യാസങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആത്മലാഭം കിട്ടി. അങ്ങനെ ആത്മലാഭം കിട്ടിക്കഴിഞ്ഞാലോ പര്യാപ്ത കാമസ്യ, സർവ ആശങ്ങളും അഭിലാഷങ്ങളും നിറവേറിയാൽ എന്തായിരിക്കുമോ നമ്മുടെ തൃപ്തി? ആ തൃപ്തി ആത്മലാഭം കൊണ്ട് കിട്ടുക. അങ്ങനെ കിട്ടിയാലോ ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഹ. ആ മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരൊറ്റ ആശയും പിന്നെ മനസ്സിൽ പൊട്ടിമുളയ്ക്കില്ല. ആശ എന്ന് പറഞ്ഞാൽ തന്നെ അതൃപ്തിയിൽ നിന്നാണ് അതിൻ്റെ ജന്മം. അതൃപ്തിയിൽ നിന്നാണ് അതിൻ്റെ ജന്മം. എനിക്കിപ്പോൾ ഇരിക്കണ ഇരിപ്പ് പോരാ, എൻ്റെ കയ്യിലുള്ള ലാഭങ്ങൾ പോരാ, കുറച്ചും കൂടിയും വേണം, ഇത് ശരിയല്ല. അങ്ങനെ സ്വയം ഒരു നിന്ദയിൽ നിന്നും ഒരു അപൂർണതയിൽ നിന്നും ധ്വനിക്കുന്നതാണ് സർവ്വ ആശകളും. ആശ നിറഞ്ഞ മനസ്സിൽ നിന്നല്ല, കറയും കുറയുമുള്ള മനസ്സിൽ നിന്നേ ആശ പുറപ്പെടുള്ളൂ. അപ്പം ആശ ഒരു പൂർണ്ണതയുടെ പ്രകടനമല്ല,
സൗഭാഗ്യത്തിൻ്റെ പ്രകടനമല്ല, സാഫല്യത്തിൻ്റെ പ്രകടനമല്ല, ഒക്കെ മറ്റേ വിപരീത ഭാവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആത്മാവിനെ അറിയുന്നവന് അങ്ങനെ യാതൊരു കുറവും ഉണ്ടാവില്ല. എല്ലാം എല്ലാം ലയിച്ചു പോണു. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഈ ശ്ലോകവും ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതും മുണ്ടകോപനിഷത്തിലാണ്. ഇതൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. എന്താ? ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ. നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്താ? യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ. നമ്മുടെ വേദങ്ങളിലെ കർമ്മകാണ്ഡ വിധിയൊക്കെ വേണ്ടെന്ന് വെച്ച് ആ ജ്ഞാനനിഷ്ഠ സ്വീകരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ദോഷമോ അതോ സാർവത്രികമായ നേട്ടമോ എന്നാ ചോദ്യം. ഇപ്പൊ വേദങ്ങളിലെ വിധിയൊക്കെ അനുസരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ദുർലഭമായ ചില മേന്മകളോ പ്രതീക്ഷകളോ ആണ്. നേരെ മറിച്ച് അത് വിട്ട് വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗം അവലംബിച്ച് ആത്മനിരതന്മാരായി ബ്രഹ്മനിരതന്മാരായി ജ്ഞാനനിഷ്ഠന്മാരായി എന്നുണ്ടെങ്കിലോ കിട്ടാൻ പോകുന്നതോ ഒരു സർവസമ്പൂർണമായിരിക്കുന്ന ഒരു നിലയാണ്. ആ നിലയെപ്പറ്റി മുണ്ടകോപനിഷത്ത് തന്നെ പറയണം. ബ്രഹ്മൈവേദം അമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ. ഈ ലോകം ലോകമല്ല. നമ്മൾ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും കാതുകൊണ്ടും കണ്ട് ഇത് ക്ഷണികമാണ് നശ്വരമാണ് എന്ന് മുദ്ര കുത്തുന്നത് ശരിയാണ്. പക്ഷേ ആലോചനാശീലന്മാരുടെ മുൻപിൽ അതങ്ങനെയല്ല. ഈ പ്രപഞ്ചം ഭവിച്ചതാണ്. എവിടുന്നാ ഭവിച്ചത്? വെള്ളം തണുത്ത് കട്ടിയായി ഐസാവുമ്പോൾ അത് കട്ടിയാവണു, ഒരു ഖരവസ്തു ആവണു, നല്ല വെളുപ്പ് നിറവുമുണ്ട്. ഇത് രണ്ടും വെള്ളത്തിനില്ല. പക്ഷേ വെള്ളം കട്ടിയാവുമ്പോഴോ ഇതൊക്കെ വന്നു. അതുകൊണ്ട് അത് ജലമല്ലാതെ ആവുന്നില്ല, രൂപഭേദമേ അതിന് സംഭവിച്ചിട്ടുള്ളൂ. വെള്ളം എങ്ങനെ H2O, അതേപോലെ ഈ ഐസും H2O തന്നെയാണ്. അതിന് മാറ്റം വരാൻ പോണില്ല. നീരാവി ആവുമ്പോഴോ അപ്പോഴും ഇല്ല വ്യത്യാസം. ഒരേ വസ്തുവിന് 3 രൂപമുണ്ട്. ഒന്ന് നീരാവി, പിന്നെ ഒന്ന് ദ്രവരൂപത്തിൽ ഒലിക്കുന്ന വെള്ളം, അത് കഴിഞ്ഞാൽ ഉറച്ചിരുന്ന് വെളുപ്പ് നിറത്തിൽ പാറ പോലെ ആയത് ഐസ്. അതുമാതിരി ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചമുണ്ടല്ലോ, ഈ പഞ്ചഭൂതങ്ങൾ ഭവിച്ചതാണ്, ഘനീഭവിച്ചുണ്ടായതാണ്. എന്താ ഘനീഭവിച്ചത്? പരബ്രഹ്മം. ആ ശുദ്ധമായ ചേതന, ശുദ്ധബോധം. ഏത് ശുദ്ധബോധം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടോ, ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതോ അത് തന്നെയാണ് ഈ പരബ്രഹ്മം. അതിൻ്റെ ഒരു വിശാല ഘനീഭവിക്കലാണ് ഈ കാണുന്ന പ്രപഞ്ചം. അപ്പൊ ഈ വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ബ്രഹ്മൈവേദം അമൃതം പുരസ്താദ് ബ്രഹ്മ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അമൃതമായിരിക്കുന്ന ബ്രഹ്മം. അമൃതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സ്വല്പമെങ്കിലും നശ്വരതയോ ക്ഷണികത്വമോ ഇല്ലാത്തത്. ഞാൻ എന്ന് പറയുന്നത് എങ്ങനെ സ്ഥായിയോ സ്ഥിരമോ അതേപോലെ ഈ ലോകവും ബ്രഹ്മം തന്നെയാണ് ശാശ്വതമായത്. പുരസ്താദ് ബ്രഹ്മ. മുൻപിൽ കാണുന്നതും ബ്രഹ്മം തന്നെ. ഇത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ മനസ്സിലാക്കുമോ? ഞാനൊരു വസ്തുവിനെ മുൻപിൽ കണ്ടു. വസ്തു ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഞാൻ കാണണം. കാണാൻ ഉപയോഗിക്കുന്നത് കണ്ണാണ്. ആരുടെയാ കണ്ണ്? എൻ്റെ കണ്ണ്. എൻ്റെ കണ്ണുകൊണ്ട് നോക്കി പറയണു ഇതാ ഒരു പർവ്വതമെന്ന്. അപ്പം ആ പർവ്വതത്തിന് പ്രമാണം എൻ്റെ കണ്ണാണല്ലോ, കാണുന്ന ഞാൻ. കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും കാഴ്ച എവിടെയാ നടക്കുന്നത്? കാണുന്നവൻ എവിടെയാ? കണ്ണിലല്ല, കണ്ണിൻ്റെ ഉള്ളിലാ, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉൾച്ചേതനയുണ്ടല്ലോ, ശുദ്ധബോധം, അത് കാണണം എന്ന് വിചാരിച്ച് ദ്രഷ്ട എന്ന് പറഞ്ഞ ഒരു സ്ഥാനം അവലംബിക്കുന്നു. ആ ദൃഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് അതെന്ത് ചെയ്യണു? കണ്ണിൻ്റെ പോള തുറന്ന് എവിടെ നോക്കണമോ അവിടേക്ക് നോക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഇത് ഭൂമാനന്ദ സ്വാമിജിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളിത് മനസ്സിലാക്കാണ്ട് പോവരുത്. കാണണം എന്നുള്ള തോന്നൽ പർവ്വതത്തിലല്ല, എന്നിലാണ്. അതിന് എൻ്റെ കയ്യിലാണ് കണ്ണ്. അപ്പം ഞാൻ കാണണം എന്ന് തോന്നി കാഴ്ചക്കാരനായി അങ്ങോട്ട് സ്ഥാനം പൂണ്ടു. എന്നിട്ട് കണ്ണിൻ്റെ പോള തുറന്ന് പ്രകാശം ഉള്ള സമയത്ത് പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ഈ പ്രവൃത്തിയൊക്കെ നടക്കുന്നത് എന്നിലോ പർവ്വതത്തിലോ? കണ്ണിൻ്റെ പോള വിട്ട്
1 മില്ലിമീറ്ററെങ്കിലും അകന്നാണോ ഈ പ്രവൃത്തി നടക്കുന്നത്? ദ്രഷ്ടാവായതും കണ്ണിൻ്റെ പോള തുറന്നതും ആ പർവ്വതത്തിൻ്റെ ദിശയിൽ നോക്കിയതും എല്ലാം എന്നിൽ നടക്കുന്ന പ്രക്രിയയാണ്. ആ എന്നിൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? ശരീരത്തിലും പോലുമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ പർവ്വതത്തിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിബിംബിച്ച് വന്ന് കണ്ണിലൂടെ പ്രവേശിച്ച് മനസ്ഥലത്തിൽ ഒരു ഛായ മനസ്സുണ്ടാക്കി തീർക്കണു. ആ ഛായയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എൻ്റെ മനസ്സിലാണല്ലോ വസ്തുക്കളുടെ പ്രതിഫലനം. അപ്പൊ ഞാൻ വസ്തുക്കളെ കാണുന്നുവോ, എൻ്റെ മനസ്സ് വസ്തുപ്രതിഫലനം നടത്തുന്നത് കാണുന്നുവോ? ഇതിന് 2 മറുപടിയില്ല, ഒരു മറുപടിയേ ഉള്ളൂ. അപ്പം ബ്രഹ്മൈവേദം അമൃതം പുരസ്താദ് ബ്രഹ്മ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം മനസ്സിലായോ? എൻ്റെ ഉള്ളിൽ ഞാനാണ് കാണുന്നത്, എന്നിലാണ് പതിപ്പ്. അപ്പം ഞാൻ എന്നിലുണ്ടാക്കിയിട്ടുള്ള പതിപ്പിൽ ഞാനല്ലേ ഉള്ളൂ. ഞാനല്ലാതെ ഒരു സാധനം ഉള്ളിൽ നുഴഞ്ഞു വരണില്ലല്ലോ. അപ്പം ഞാൻ തന്നെയാണ് പതിപ്പായിരിക്കുന്നത്. അപ്പം എൻ്റെ മുൻപിലുള്ള കാഴ്ചയും വാസ്തവത്തിൽ കാണുന്നവൻ്റെ പ്രതിഫലനമാണ്. പശ്ചാത് ബ്രഹ്മ, പിന്നിലുള്ളതും അതുപോലെ തന്നെ. മുൻ പിൻ എന്നുള്ള പരാമർശം തന്നെ കാണുന്നവൻ്റെ പരാമർശമല്ലേ? മുമ്പ് എന്ന് പറഞ്ഞാൽ ആർക്ക് മുമ്പ്? ദ്രഷ്ടാവിന് മുൻപ്. പിന്നിൽ എന്ന് പറഞ്ഞാൽ ആരുടെ? ദ്രഷ്ടാവിൻ്റെ പിന്നിൽ. ദക്ഷിണതശ്ചോത്തരേണ, അതുമാതിരി വലതും ഇടതും, അവിടെയും ബ്രഹ്മം തന്നെ. ഈ ദ്രഷ്ടാവിൻ്റെ പ്രതിഫലനമാണിത് മുഴുവനും, സങ്കല്പമാണിത് മുഴുവനും, ആശയമാണിത് മുഴുവനും. മുൻപ് എന്നുള്ളത് ഒരു വാക്കാണ്, നമ്മളാ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അർത്ഥം നമ്മളാണ് പറയേണ്ടത്. എനിക്ക് മുൻപിൽ, എനിക്ക് പിന്നിൽ, എൻ്റെ വലം ഭാഗം, എൻ്റെ ഇടം ഭാഗം. ഈ ഞാനില്ലാതെ ഇതിനെ പരാമർശിക്കാൻ പറ്റുമോ? മുമ്പ്, പിമ്പ്, ഇടം, വലം എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ പ്രകാശിക്കുന്നത് ഒറ്റ ഞാനാണ്. ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം, ചോട്ടിലും മോളിലും പ്രസൃതം വ്യാപിച്ചു കിടക്കണു. ബ്രഹ്മൈവേദം വിശ്വമിതം വരിഷ്ഠം. അങ്ങനെ വരുമ്പോ ഈ വിശ്വം മുഴുവനും വരിഷ്ഠമായ ബ്രഹ്മമാണ്. അതിനെ ലോകം എന്നോ പാഞ്ചഭൗതികം എന്നോ പറയാൻ പാടില്ല. പാഞ്ചഭൗതികം എന്ന് പറയുമ്പോൾ 5 ആയി. അങ്ങനെ 5 ആയിട്ടില്ല. ഞാൻ ഭൂമിയെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഖരമായി തീരുന്നില്ല. ജലത്തെ കണ്ട് ജലത്തെ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ദ്രവമാകുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാറ്റിനെ കണ്ട് സ്പർശിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ വാതമായി തീരുന്നില്ല. അഗ്നിയെ കണ്ട് ഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ചൂടാവുന്നില്ല, പ്രകാശമാവുന്നില്ല അഗ്നിയുടെ. ആകാശത്തിനെ കാണുമ്പോഴോ അപ്പോഴും ഞാൻ അതുപോലെ ആവുന്നില്ല. ഞാൻ തന്നെ ആവുന്നത്. ആ ഞാനാണ് ഭൂമി ഖരത്വം, ജലം ദ്രവത്വം, വായു വാതത്വം, അഗ്നി ഔഷ്ണ്യം പ്രകാശം, ആകാശം അനിർവചനീയമായ വ്യാപ്തി. ഇതൊക്കെ ഞാനാണ് മുദ്ര കുത്തുന്നത്. ഞാൻ സ്വയം മുദ്ര കുത്തുകയാണ്. ഈ പതിപ്പുകൾ മുഴുവൻ എന്നിൽ, എന്നാൽ, ഞാനായി ഉണ്ടായിത്തീരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കാണുന്നതിൽ മുഴുവൻ ഞാനല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം കയ്യിൽ കിട്ടുമ്പോൾ ഇത് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് ഉപനിഷത്ത് ശ്ലോകങ്ങളാണല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വേദവിധികളുടെ പിന്നാലെ പോയി ഇവിടെ ഒരു കിണർ കുഴിക്കുക, അവിടെ ഒരു കുളം കുഴിക്കുക, പിന്നെ ഒരു തടാകം ഉണ്ടാക്കുക, പിന്നെ ഒരു പുഴ വെട്ടുക, അത് കഴിഞ്ഞാൽ ഒരു സമുദ്രം നിർമ്മിക്കുക. ഇങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇത് എല്ലാ പേരുകളിൽ നിന്നും പരിശ്രമങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നത് വെള്ളം. 25-40 അടി താഴത്ത് കിണറ്റു വെള്ളം, 10-15 അടി താഴത്ത് കുളം വെള്ളം, ഒരു പക്ഷേ അതിൽ നിന്ന് അല്പം കൂടിയോ കുറഞ്ഞോ തടാകം, അത് കഴിഞ്ഞാലോ പിന്നെ പുഴ, പിന്നെ അവസാനം സമുദ്രം. എല്ലാറ്റിലും നിന്നുള്ള വെള്ളം സർവ്വദിക്കിലും നിറഞ്ഞിരുന്നാൽ എങ്ങനെയോ അതുപോലെ മനസ്സും ബുദ്ധിയും നിറഞ്ഞിരിക്കുന്നു ഈ ബ്രഹ്മബോധം. ആ ബ്രഹ്മബോധം എന്ന് പറഞ്ഞാൽ സംതൃപ്തി, സൗഭാഗ്യം, സാഫല്യം. നിറപറ നിറയ്ക്കുന്ന പോലെ അങ്ങനെ നിറഞ്ഞിരിക്കും. അവിടെ ഒരു പഴുതില്ല, ഒരാവശ്യമില്ല. സർവ്വവിധത്തിലുള്ള ഏഴത്തം, ഒരു വിധത്തിലുള്ള കുറവും തോന്നില്ല. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം
വിശ്വമിതം വരിഷ്ഠം. സ്വാമിജി ഇങ്ങനെ വാചാലമായി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് രസം തോന്നുന്നുണ്ട്, പറയുമ്പോൾ അത് ശരിയാണെന്നും തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നൊരു ചോദ്യം. എന്നോട് ആരും ഇത് ചോദിക്കുന്നില്ല. ചോദിച്ചാലല്ലേ മറുപടി പറയുള്ളൂ. ഞാൻ ഇന്നലെ ഒരു 10-15 ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്തു. കുറേ എഴുത്തുകളുണ്ട്. ഏപ്രിൽ മാസത്തിലെ ആശ്രമത്തിൽ ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നാൽ പിന്നെയുള്ള കാലത്ത് ഇവിടെ വന്നിട്ടുള്ള എഴുത്തിന് മുഴുവൻ മറുപടി അയക്കണമെന്നാ. പോകുന്നതിന് മുമ്പ് ഒരു 25-30 എഴുത്ത് എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിൽ ആരും ചില സംശയങ്ങൾ ചോദിക്കല്ലാതെ ഇതെങ്ങനെയാണിത് പ്രാവർത്തികമാക്കുക എന്ന് ചോദിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവരൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക, അതിൽ സംശയമില്ല എന്നാണോ അർത്ഥം? അതോ നിങ്ങൾക്കിത് കേൾക്കാനേ ഇഷ്ടമുള്ളൂ, കേൾക്കുവോളം? ഒരു എക്സിബിഷൻ കണ്ടു, പലതും കണ്ടിട്ട് പോന്നു. എക്സിബിഷൻ ഉണ്ട്, കണ്ടു. അല്ലാണ്ട് കണ്ട സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നോ മേടിക്കാനുള്ള തയ്യാറോ മനസ്ഥിതിയോ ഒന്നുമില്ല, കണ്ടിട്ട് പോന്നു. അതുപോലെ ഭൂമാനന്ദ സ്വാമിജി കഷ്ടപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് കേൾക്കുക എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ലേ? അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും അങ്ങനെയാവുന്നു. ഞങ്ങളുടെ ആശ്രമത്തിലൊരു ബ്രഹ്മചാരി ഉണ്ട്, സുമേഷ്. സ്വാമിജി പറയണത് മുഴുവൻ മനുഷ്യർ കേൾക്കുന്നുണ്ട്, രസാണെന്നൊക്കെ പറയുന്നില്ലെന്നേ ഉള്ളൂ, അവർക്കിത് മനസ്സിലാവണമൊന്നുമില്ല എന്ന്. ഞാൻ കുറെ ചിരിച്ചു കേട്ടിട്ട്. ചിരിക്കാതെ എന്താ ചെയ്യുക? ഒരു പക്ഷേ സുമേഷ് പറയണത് ശരിയാവാം, പറയാൻ പറ്റില്ല. എന്നാൽ ഇത് മുഴുവനും പ്രാവർത്തികമാണ്. പ്രാവർത്തികമാകാത്തൊരു കാര്യങ്ങൾ സദ്ഗുരുക്കൾ ആരും പറയില്ല. വാൽമീകി രാമായണം എഴുതുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്, ഒരൊറ്റ പാഴ്വാക്കോ പ്രസ്താവനയോ ഞാനിതിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചാരിത്രത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഉപനിഷത്തുകൾ ഇത്രയും കാലം നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ നിലനിന്നതിൻ്റെ മഹിമ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ വാക്യങ്ങളിലുള്ള സത്യസന്ധതയാണ്. ഇപ്പൊ കൃഷ്ണൻ എന്തെങ്കിലും ഒന്ന് വിവരിച്ചു എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണന്റെ വാക്കായിട്ടല്ല ശോഭിക്കുന്നത്, ആ പറഞ്ഞ വാക്കിൽ ഒരു സത്യസന്ധതയുണ്ട്. തുഷ്ടേച തത്ര കിമലഭ്യം അനന്താദ്യേ. പ്രഹ്ലാദൻ പറയുകയാണ്, ചതുർഭുജധാരിയായി പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി സന്തുഷ്ടനായാൽ പിന്നെ ഈ ലോകത്തിൽ അലഭ്യമായി എന്തുണ്ട് എന്നാ ചോദിക്കുന്നത്. അത് പ്രഹ്ലാദൻ പറയുമ്പോൾ അക്ഷരാർത്ഥം മാത്രമല്ല, ആശയാർത്ഥം, അനുഭവാർത്ഥം, സാഫല്യാർത്ഥവും ഉണ്ടതിന്. ഈശ്വരൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ അലഭ്യം എന്താന്ന്, ആ ചോദ്യത്തിന് എന്താ അർത്ഥമെന്നറിയോ? ഏതെങ്കിലും ഒരു ഭാഗവതൻ ഇത് മനസ്സിലാക്കിയാൽ മതി, എനിക്ക് വലിയ സന്തോഷവും കൃതാർത്ഥതയാണ്. ആരാ ഈ ഭഗവാൻ? ഈ ലോകത്തിന് മുഴുവൻ, ചരാചരങ്ങളെ മുഴുവനും, പാഞ്ചഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും, അതിലുള്ള ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംഭരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഭക്ഷണം കഴിക്കാനുള്ള വിഭവങ്ങൾ, ഉടുക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ഭക്ഷണം, പാർപ്പിടങ്ങൾ എല്ലാം സൗകര്യപ്പെടുത്തി ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിക്കും എല്ലാം പ്രവർത്തനത്തുറയൊക്കെ നൽകിയിട്ടുള്ള ഭഗവാനാണ്. ആ ഭഗവാന്റെ പ്രസാദം കയ്യിൽ കിട്ടിയാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് എന്ത് വിഷമാ നമുക്കുണ്ടാവുക എന്നാ ചോദിക്കണേ ഞാൻ. കിമലഭ്യം എന്ന് ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആശ്രയിക്കുന്നതോ സ്തുതിക്കുന്നതോ ആരാധിക്കുന്നതോ ആരെയാ? ഒന്നിനും കൊള്ളാത്ത രണ്ടാം പൗരനെയൊന്നുമല്ല, രണ്ടാം കൂടി അമ്മമാരെയല്ല ആരാധിക്കുന്നത്. ഇവിടെ ആരാധിക്കുന്നത് സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന പരമേശ്വരനെയാണ്. പരമകല്യാണത്തിൻ്റെ നിധിയാണ് അദ്ദേഹം. ആ ഈശ്വരനെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിലുള്ളതല്ലേ വേണ്ടൂ. കുറെ സ്വർണം വേണം, ഇത്തിരി വെള്ളി വേണം, ചെമ്പുപാത്രം വേണം, നല്ല സാരിയൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം, കാഞ്ചീപുരം സിൽക്ക്, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതൊക്കെ ഈ ഭൂമിയിലുള്ള പദാർത്ഥങ്ങളാണെന്ന് ഭൂമി സൃഷ്ടിച്ചവന് അതിലേത് തരാനാ വിഷമം? ഞാൻ ഭാഗവതത്തിലെ ഈ ശ്ലോകം വായിച്ച് കണ്ണടച്ച് അങ്ങനെ ഇരിക്കും. തുഷ്ടേച തത്ര കിമലഭ്യ അനന്ത ആദ്യേ കിം തൈർഗുണൈർ വ്യതികരാദിഹ യേ സ്വസിദ്ധാഃ. ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് എല്ലാം സ്വാഭാവികമായി വന്നു ചേരുമത്രേ. സ്വാഭാവികമായല്ലേ നമ്മുടെ ശ്വാസം, കാറ്റ് ഉള്ളിൽ കിടന്ന് പുറത്തു പോണത്? സ്വാഭാവികമായല്ലേ നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത്? സ്വാഭാവികമായിട്ടല്ലേ വേർക്കുന്നത്? സ്വാഭാവികമായിട്ടല്ലേ വിശക്കുന്നതും ഊണ് കഴിക്കുന്നതും? സ്വാഭാവികമായിട്ടല്ലേ ഉറങ്ങുന്നത്, എണീക്കുന്നത്?
ഭൂമി തിരിയുന്നത് സ്വാഭാവികമല്ലേ? ദിനരാത്രങ്ങൾ വരുന്നത് സ്വാഭാവികമല്ലേ? എവിടെയാ നിങ്ങൾ അസ്വാഭാവികം എന്ന് പറയാനൊന്നുള്ളത്? പ്രപഞ്ചത്തിനെ പൂർണ്ണമായി കാണൂ. നമ്മുടെ ജനനിയായ ഭൂമിയെ പൂർണ്ണമായി എടുത്ത് മനസ്സിലാക്കൂ. അതിങ്ങനെ വട്ടം തിരിയണു സ്വന്തം അച്ചുതണ്ടിൽ. ദിനരാത്രങ്ങളാണ് ഉണ്ടാവുന്നത് 24 മണിക്കൂർ. അങ്ങനെ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് 365 ദിവസം ഒരു വർഷം ഉണ്ടാവുന്നത്. നിങ്ങൾ പിടിച്ച് തിരിച്ചിട്ടാ അത് തിരിയണേ. ബാക്കി എല്ലാ കാര്യവും നാച്ചുറലാണ്, സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ സൈക്ലിക്കാണ്, സ്വാഭാവികമാണ്. അതല്ലാന്ന് വിചാരിക്കുന്ന പോഴന്മാരാണ് നമ്മൾ. ആ പോഴന്മാർക്കാണ് ഈ കഠിനാധ്വാനം. കഷ്ടപ്പെട്ടോളൂ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ഈ എല്ലുമുറിയെ പണിയെടുക്കാൻ സാധിക്കണമെങ്കിൽ കൈകാല് പേരണം, ഉണ്ട ചോറ് ദഹിക്കണം, രക്തമായി മാറണം. വിശപ്പിന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിച്ച ഭക്ഷണം രക്തമാക്കി തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ശ്വാസം പുറത്തു വിട്ടു, അകത്തേക്ക് എങ്ങനെ വന്നു? അകത്ത് പ്രവേശിച്ചു, പുറത്ത് നിങ്ങൾ തള്ളിയിട്ടാണോ പോണത്? അപ്പൊ ഇവിടെ എല്ലാം സ്വാഭാവികമാണ്. സ്വസിദ്ധാഹ എന്നാ പറയണത് ഇവിടെ. ധർമാദയക്കിമഗുണേന ചകാംക്ഷിതേന സാരഞ്ജുഷാം ചരണയോരുപഗായതാം നഃ. ഇതിന്റെ അർത്ഥം ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. ഒരൊറ്റ കാര്യം എനിക്ക് പറയേണ്ടതുള്ളൂ. എന്ത്? തുഷ്ടേച തത്ര കിമലഭ്യം. തുഷ്ടേച തത്ര. ആ വാക്കുപയോഗിച്ചിരിക്കുന്നത് എന്താ? തത്ര എന്നാണ്. ഭഗവാനെ അവിടെ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും പറയണില്ല. തുഷ്ടേച തത്ര. ആ സ്ഥാനം പ്രസാദിച്ചു എന്നുണ്ടെങ്കിൽ, ആ സാന്നിധ്യം പ്രസന്നമായി എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ, നിങ്ങളുടെ ഭജനം കൊണ്ടോ, നിങ്ങളുടെ സ്തുതി കൊണ്ടോ, നിങ്ങളുടെ ധാർമ്മികമായ ജീവിതം കൊണ്ടോ, ലാളിത്യം കൊണ്ടോ, സാരല്യം കൊണ്ടോ, എങ്ങനെയായാലും ആ പരമസാന്നിധ്യം സന്തോഷിക്കണം. സന്തോഷിച്ചു കഴിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം വരും. ഈ ഒരു മനസ്ഥിതി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാവരും നിങ്ങൾ പൂജ ചെയ്യുന്നവരാണ്, പൂജ ചെയ്യുന്നുണ്ട്, പുഷ്പങ്ങൾ എടുക്കുന്നുണ്ട്, ഭഗവാന്റെ പേര് പറയുന്നുണ്ട്, അതിലൊന്നും ഒരു കുറവില്ല. പക്ഷേ ആ പൂജ കൊണ്ട് പരമലാഭം നിങ്ങൾ തേടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ഭഗവാനെ എനിക്കൊരു ബുദ്ധിമുട്ടും വരരുതേ, എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്, നല്ലോണം മാർക്ക് കിട്ടണേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ടാണ് നിങ്ങൾ പറയണത്. ഭഗവാനെ അങ്ങ് സന്തോഷിക്കണം. അങ്ങ് സന്തോഷിച്ചാൽ പിന്നെ എനിക്ക് ഒരു കാര്യവും ഇവിടെ തേടേണ്ടതില്ല. ചരാചരങ്ങളിലും അധിവസിക്കുന്നവനാണ് അങ്ങ് അനശ്വരമായ സാന്നിധ്യമാണ്. ആ അനശ്വര സാന്നിധ്യം സന്തോഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രകടന വിശേഷമായിരിക്കുന്ന ഈ ലോകത്തിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരുന്ന ചോദ്യമേ ഇല്ല. ഞാൻ പണം തേടണോ, പണക്കാരൻ്റെ മകനായി ജനിക്കണോ എന്നാ ചോദ്യം. നിങ്ങൾ പറയും, എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ തുഷ്ടേച തത്ര കിമലഭ്യ എന്ന് ചോദിച്ചുല്ലോ, കിമലഭ്യം എന്ന് ചോദിച്ചുല്ലോ പ്രഹ്ലാദൻ. അതേപോലെ നമ്മുടെ മനസ്സിനെ പരിശോധിച്ച് ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ പരമേശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ രചനാവിശേഷമാണ്, പ്രതിഭാസമാണ് ഈ ലോകം. ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒന്നിനും പ്രത്യേകമായി ആവശ്യപ്പെടേണ്ടി വരില്ല. പരമേശ്വരൻ തൃപ്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് പരമേശ്വര തൃപ്തിക്ക് മാത്രമായി ഭജിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇത് സാധിക്കില്ല എന്നാണ് നിങ്ങൾ പറയണത്. നിശ്ചയമായിട്ടും സാധിക്കും. അതിനാണ് ജ്ഞാനനിഷ്ഠ എന്ന് പേര്. വായിക്കൂ ഭാഗവതം. അതിൽ ഏത് ശ്ലോകം തത്വമോ മൂല്യമോ പറയണു, വായന അവിടെ നിർത്തൂ, അവിടുന്ന് അങ്ങോട്ട് വായിക്കരുത്. വായിച്ച് ആ ശ്ലോകത്തിലുള്ള സന്ദേശം ഉൾക്കൊണ്ട് അതിൽ മനസ്സിലിങ്ങനെ ഒരച്ചൊരച്ച് നോക്കുക. ഞാൻ ഈശ്വരനെ ഭജിക്കുന്നുണ്ടോ? ഉവ്വ്. ഏത് ഈശ്വരനെ? പരിമിതനായ ഈശ്വരനോ അതോ അപരിമിതനോ? ഈ ലോകത്തിൻ്റെ മുതലാളി, ഉടമസ്ഥനാണ് അദ്ദേഹം. ആ ഈശ്വരനെ ഞാൻ ഭജിച്ച് തൃപ്തിപ്പെടുത്തുമ്പോൾ എനിക്ക് ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറയണോ, ചോദിക്കണോ? വേണ്ടല്ലോ. അദ്ദേഹം സന്തുഷ്ടനായി. എന്നിട്ട് എന്നെ പട്ടിണിയിടുവോ, എന്നെ കഷ്ടത്തിൽ ചാടിക്കുവോ? ആ വിശ്വാസമാണ് അവിടെ. നമ്മുടെ മനസ്സിനെ പരിശോധിച്ച് കൊണ്ടുവന്ന് അതിലുള്ള കറയും കുറയുമൊക്കെ മാറ്റണം. ഇതാണ് സാധന. അതുകൊണ്ടാണ് ഈ സാധന നടത്തേണ്ടത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്.
നിങ്ങൾ പുഷ്പം എടുത്തിട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമില്ല. ബിംബത്തിന് അഭിഷേകം ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള ചോദ്യമില്ല. അതൊക്കെ ബാഹ്യമായിട്ടുള്ളതാ. എന്തിന് ചെയ്യണു, ആര് ചെയ്യണു? ആ എന്തിന് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ടോ? ആ എന്തിന് എന്നുള്ളത് ഞാൻ വേണ്ടതുപോലെ വ്യാഖ്യാനിക്കുന്നു, ഊന്നുന്നുണ്ടോ? അവിടെ പരിശോധിച്ച് നോക്കണം. നിങ്ങൾ പൂജ ചെയ്തോളൂ, അത് ഭഗവത് സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഭഗവാന് ഈ പുറം പുഷ്പങ്ങളല്ല ആവശ്യം. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉണ്ടാക്കുന്ന പുഷ്പങ്ങളാണ്, പ്രോഡക്ട്സ് ആണ്, ഉത്പന്നങ്ങളാണ് അദ്ദേഹത്തിന് ആവശ്യം. ആ ഉത്പന്നങ്ങളാണ് ഈ ഭാഗവതത്തിൽ മുഴുവൻ ശുകമഹർഷിയും വ്യാസദേവനും കൂടി എഴുതി വച്ചിട്ടുള്ളത്. വസിഷ്ഠൻ ശ്രീരാമന് 18 ദിവസമാണ് ഉപദേശിച്ചത്. ആ ഉപദേശത്തിലുള്ള മൊഴികളെല്ലാം എന്താ? രാമൻ്റെ ഉള്ളിൽ മനസ്ഥലത്തിലും ബുദ്ധിതലത്തിലും കടന്നിറങ്ങി ഇറങ്ങിച്ചെന്ന് ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വാർപ്പ് തന്നെ അങ്ങോട്ട് മാറ്റി കഠിന ദുഃഖം അനുഭവിച്ചുകൊണ്ട് നിരാശയോടുകൂടി വന്നിരുന്ന രാജകുമാരൻ ആ 18 ദിവസത്തിൽ ഒരു 6-7 ദിവസം കഴിയുമ്പോഴേക്കും ആ ദുഃഖമൊക്കെ പമ്പ കടന്നു. വസിഷ്ഠൻ പറയുന്നത് പോലും കേൾക്കാൻ പറ്റാതെ കണ്ണടഞ്ഞ് ഉള്ളിൽ ലയിച്ച് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നത് വരെ വസിഷ്ഠൻ മിണ്ടാതെയിരുന്നു. പിന്നെയാ പറയാൻ തുടങ്ങിയത്. ഇത് രാമൻ മാത്രമല്ല, കൂടെയുള്ളവരും നിങ്ങൾ അതുപോലെ കേൾക്കൂ. ഞാൻ ഈ പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ. പരീക്ഷിച്ച് കേട്ട മാതിരി. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാവാതെ എവിടെ പോകുന്നാ പറയണത്. അപ്പൊ ഇതിൻ്റെ പ്രായോഗിക വശമൊന്നുണ്ട്. ആ പ്രായോഗിക വശമാണ് ഇവിടെ പറയുന്നത്. എന്ത്? അപ്രാപ്തവാഞ്ചാമുത്സൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ അദുഷ്ടഖേദോയഃ യസ് സന്തുഷ്ടൈഹോച്യതേ. യോഗവാസിഷ്ഠൻ പറയാറുണ്ടല്ലോ, ഞാൻ ശ്രീരാമനെ ഉപദേശിക്കുന്നതാ. എന്താ അവിടെ പറയണത്? ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കും. എന്ത്? എനിക്ക് കിട്ടാതെയുള്ള സംഗതികൾ എത്രയുണ്ട്. അപ്രാപ്ത വാഞ്ചാം. കുട്ടികളുണ്ട്, പഠിക്കുന്നുണ്ട്. അതൊന്നും പോരാ. പഠിപ്പ് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? പഠിപ്പ് കഴിയട്ടേപ്പാ. അവരുടെ പഠിപ്പിന് ലോകത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് സമാജത്തിൽ എന്ന് വെച്ചാൽ ഉദ്യോഗം കിട്ടും. നിങ്ങൾ എന്തത്ര എണ്ണിക്കൊണ്ടിരിക്കണേ? അപ്രാപ്ത വാഞ്ചാം. കിട്ടാത്ത സാധനങ്ങളിലുള്ള അഭിലാഷം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? തനിക്ക് ഇല്ലാത്തത്. അപ്പൊ അഭിലഷിക്കുന്നവൻ ആദ്യമായി തന്നെ നീചനാക്കി, നികൃഷ്ടനാക്കി. ഞാൻ ഇല്ലാത്തവനാണ്, ഏഴയാണ് സമ്മതിച്ചിട്ടല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പടുദരിദ്രൻ എന്ന് സമ്മതിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരക്കുന്നത്. അപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അപകർഷതയാണ്. അപ്രാപ്തവാഞ്ചാം ഉത്സൃജ്യ. മനസ്ഥലത്തിൽ ഇറങ്ങി ചെല്ലൂ. എനിക്കില്ലാത്ത സാധനം വേണം എന്നുള്ള തോന്നൽ ഉപേക്ഷിക്കൂ. അതിനെ ഒരാഗ്രഹത്തിനെ കെട്ടിപ്പുണരാനും നമുക്ക് സാധിക്കും. വിവേകം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയാനും നമുക്ക് സാധിക്കും. അപ്പൊ അപ്രാപ്തമായിരിക്കുന്ന വാഞ്ച, ഇല്ലാത്തതിലുള്ള ആഗ്രഹം, അത് ഉത്സൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ. ഒന്ന് കേക്കു കൂട്ടരെ ഈ പറയുന്നത്. സംപ്രാപ്തേ, സ്വാഭാവികമായി എന്തു വന്നു ചേർന്നോ അതിൽ സമതാം ഗതഃ. മനസ്സ് സമമായിരിക്കട്ടെ, തുളുമ്പരുത്, കോളളക്കം വരരുത്. കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഭാര്യ ഗർഭിണിയാവും. അതെപ്പോ എന്നുള്ള ചോദ്യം കുറച്ചൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ കുട്ടി അവിടെ വളരും. അത് കഴിഞ്ഞാൽ കുട്ടി പ്രസവിക്കും. അപ്പോഴേക്കും ദേഹത്തിലും മുലപ്പാലൊക്കെ ഉണ്ടാവും, കൊടുക്കാം. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. ആ കുട്ടി വളർന്നു വരും. 2 ദിവസത്തെ വളർച്ച ഒരു ദിവസം വരുത്താൻ പറ്റില്ല. 1 മാസത്തെ വളർച്ച ഒരാഴ്ച കൊണ്ട് വരില്ല. അനുക്രമം ആ കുട്ടി വളർന്നു വരും. പെട്ടെന്ന് വളരുന്നത് തെറ്റ്, വളരാതെ ഇരിക്കുന്നതും തെറ്റ്. അപ്പൊ പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളിലൂടെ നടന്നോളെന്ന്, അതിൽ കുഴപ്പം വരില്ല എന്ന്. എന്തെങ്കിലും വന്നാൽ സമഭാവത്തോടു കൂടിയിരിക്കൂ. ഇല്ലാത്തത് കിട്ടി, സന്തോഷം വേണ്ട. വേണ്ടത് കിട്ടുന്നില്ല, പരിതാപവും വേണ്ട. അപ്പൊ സാധന എവിടെയാ? മനസ്സിൽ. എന്താ അതിൻ്റെ സ്വഭാവം? അമിതമായ അഭിലാഷം വേണ്ട എന്ന് വെച്ച് ഉള്ള ലാഭത്തിൽ ക്രമത്തിലധികം സന്തോഷിക്കാതെ മനസ്സിനെ സമീകരിച്ച് നിർത്തി അദൃഷ്ടഖേദോയഃ. ഒരു തരത്തിലും മനസ്സിന് ആവലാതിയോ വയ്യാവലിയോ അടിച്ചേൽപ്പിക്കണ്ട.
ഞാൻ നല്ല മുഖശ്രീയോടുകൂടി സന്തോഷത്തോടുകൂടി ശ്രീമാനോ ശ്രീമതിയോ ആയി ജീവിക്കും. നമ്മുടെ ഭാഷയ്ക്ക് വലിയ അർത്ഥമാണ്. മിസ്റ്ററും മിസ്സിസിനും ആ അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. നമ്മൾ പറയുന്നത് ശ്രീമാൻ ശ്രീമതി, കേൾക്കണുണ്ടോ നിങ്ങൾ? ശ്രീമാൻ ശ്രീമതി. നമുക്ക് പണമോ പഠിപ്പോ ഉണ്ടാവാം, ഇല്ലാതെയിരിക്കാം, അപ്പോഴും നമ്മൾ ശ്രീമാന്മാരും ശ്രീമതിമാരുമാണ്. നമ്മുടെ മുഖത്തെയും നമ്മുടെ മനസ്സിനെയും അലങ്കരിക്കുന്നതാണ് ഈ ശ്രീ. അത് പണത്തിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. എത്ര കുട്ടികളും നല്ലവരും ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ പോവൂ, ആ കുട്ടികളുടെ മുഖത്തിൽ ആ തുളുമ്പുന്നതായ ആ ശ്രീ ഇത്രയുണ്ടെന്ന് നോക്കൂ. ഞാൻ അടുത്ത കാലത്ത് ഇപ്പോൾ ഗുരുകുലം സ്കൂളിൽ പോയി. 9:30 മണി മുതൽ 12:30 മണി വരെയാണ് അവിടെ കുട്ടികളോട് കൂടി ചെലവ് ചെയ്തത്. 9:30 മുതൽ 12:30 മണി വരെ. ഇത്ര ലീഷറി ആയിട്ട് കുട്ടികളോട് കൂടി ഞാൻ സമയം ചെലവ് ചെയ്തിട്ടില്ല. 5 മുതൽക്ക് 8 ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. അവരോട് കുട്ടികൾക്ക് വളരേണ്ട ആ അന്തരീക്ഷം എന്തൊക്കെയാണ്, ഊന്നൽ കൊടുക്കേണ്ടത് എവിടെയാ, എന്താണ്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, സമപ്രായക്കാരോട് എത്രത്തോളം സ്വാതന്ത്ര്യമാവാം, കുട്ടികളുടെ മുൻപിൽ മാതൃകാപരമായി പെരുമാറണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് മേടയിലിരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അവരൊരു 100-400 കുട്ടികളുണ്ട്, അവരുടെ ഉള്ളിൽ കൂടി നടന്ന് അങ്ങേ അറ്റം വരെ പോയി തിരിച്ചു വന്നു. എന്താ, അവർ വിചാരിക്കരുതല്ലോ ഒരു കാവ്യവസ്ത്രക്കാരൻ വന്നിട്ടുണ്ട്, എല്ലാം കൂടിയിട്ട് എന്താണാവോ എന്നുള്ളൊരു തോന്നലുണ്ടാവരുതല്ലോ. അപ്പം ഞാൻ അവിടെ പോയി അവരെയൊക്കെ ഒന്ന് കണ്ട് ചിരിച്ചു. ചിലരുടെ തലയിലൊക്കെ കൈയൊക്കെ ഒന്ന് വെച്ചിട്ടാണ് മേടയിൽ ചെന്നിരുന്നത്. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. സംസാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ താഴത്തേക്ക് ഇറങ്ങി, മൈക്ക് കയ്യിൽ പിടിച്ചു. അതിൻ്റെ ആ കോഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു വട്ടം ചുറ്റി പിടിച്ചു, അതിൽ വലിവ് വരാണ്ടിരിക്കാൻ. എന്നിട്ട് അങ്ങനെ നടന്ന് അവരുടെ ഉള്ളിൽ പോയിട്ടാണ് ആദ്യം 2 കുട്ടികളെ എണീക്കാൻ, അയ്യോ കൂട്ടാക്കിയില്ല, എണീപ്പിച്ചു. എന്നിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ചോദ്യത്തിൻ്റെ ബഹളായി. ഒരു 10-15 കുട്ടികൾ പെട്ടെന്ന് പിന്നിന്ന് കയറി വന്ന് മുമ്പിൽ ഇരിപ്പായി. ചോദ്യം ചോദിച്ചേ പോവുള്ളൂ എന്ന്. പ്രിൻസിപ്പൽ ഒരക്ഷരം മിണ്ടിയില്ല. കുട്ടികൾ അങ്ങോട്ട് ചോദ്യമായി. അവരുടെ ചോദ്യം എന്തൊക്കെയാ, സ്വാമിജിക്ക് സ്വാമിജി ആകണം എന്ന് തോന്നിയതിന് എന്താ കാരണം എന്ന്. നമ്മുടെ മഹർഷിമാരൊക്കെ, വാൽമീകി മഹർഷി അദ്ദേഹത്തിൻ്റെ വാൽമീകി ആവുന്നതിന് മുൻപ് രത്നാകരനായിരുന്നു. അതുമാതിരി സ്വാമിജി ഭൂമാനന്ദ തീർത്ഥനാവുന്നതിന് മുൻപ് ഒരാളായിരുന്നല്ലോ. എന്താണതെന്നാ ചോദിച്ച ഒരാൾ. അവരുടെ ചോദ്യം. പിന്നെ പ്രേതങ്ങളുണ്ടോ എന്ന് വേറൊരാളുടെ ചോദ്യം. ഓന്തിനെ കണ്ടാൽ 3 തവണ തുപ്പണമെന്ന് വേറൊരാൾ. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യം അവരുടെ. സർവ്വ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഇത്തിരി ക്ഷീണം തോന്നി. അത് കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തിനാ ഞാൻ ഈ സംഭവം പറഞ്ഞത്? വെളുത്ത വസ്ത്രം ഞാൻ കുട്ടികളോട് പറഞ്ഞു. അവിടെ വെളുത്ത യൂണിഫോമാണ്. സാധാരണ പലതരത്തിലുള്ള യൂണിഫോമാണ് കാണാറുള്ളത്. ആ വെളുത്ത യൂണിഫോമോട് കൂടി കുട്ടികൾ സ്വാഭാവികമായ അഴക്, ആ ഉല്ലാസത്തോടു കൂടിയിരിക്കണം. അതിൽ പല തട്ടുകളിലും ഉള്ളവരുണ്ടാവാം. പക്ഷേ സർവ്വ കുട്ടികളുടെ മുഖത്തിൽ നല്ല ശ്രീത്വം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ശ്രീ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. മിസ്റ്റർ, മിസ്സിസ്, ഹു, ഹി, അതല്ലാതെ നമ്മുടെ മുഖശ്രീ നമ്മൾ കളയരുത്. കളയാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റണം. പലരും ഉണ്ട്, കൂറാൻ തിന്ന പൂച്ചയെ പോലെയാ മുഖം. അത് പറ്റില്ല. സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണം. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സംഭവിക്കാം, അനുകൂല പ്രതികൂല ഭാവങ്ങൾ വരാം. എല്ലാ ദിവസവും ഒരുപോലെ ഇരുന്നു എന്ന് വരില്ല. പല വിഷമങ്ങളും ഉണ്ടാവും. ശരീരത്തിന് വിഷമമുണ്ടാവും, മനസ്സിന് വിഷമമുണ്ടാവും, ബുദ്ധിക്ക് വിഷമമുണ്ടാവും. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീത്വം നമുക്ക് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. അത് വളരെ വിശേഷമാണ്. അദൃഷ്ടഖേദാഖേദോയ സന്തുഷ്ടൈഹോച്യതേ. ഇങ്ങനെയുള്ള സന്തോഷം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? സന്തോഷത്തിൻ്റെ താക്കോലാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വിചാരം എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഒരു 2 ഫ്ലോറുള്ള ടെറസ് കെട്ടിടം വേണം, ചുരുങ്ങിയത് 2200 സ്ക്വയർ അടിയെങ്കിലും വേണം. അത് കിട്ടുന്നത് വരെ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുമോ? എന്തിനാ അത് കളഞ്ഞു കുഴിക്കണേ? ഇവിടെ രാമനോട് പറയാണ്, രാജകുമാരനോടാ പറയണത്. അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത കുറവില്ല. നല്ല രാജധാനി, കണ്ണിലുണ്ണി, 3 സഹോദരന്മാർ, ഒരച്ഛനും 3 അമ്മമാരും. എന്താ അദ്ദേഹത്തിന് കുറവ്? തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ട് ദുഃഖ പുണ്ണായിട്ടാണ് ഇരിക്കണത്. ആ പുണ്ണ് നീക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പണം കൊണ്ടല്ല ഈ സന്തോഷം വരണത്.
രാജകുലത്തിൽ ജനിച്ചതുകൊണ്ടല്ല ഈ സന്തോഷം വരണത്. സമ്പദ് സമൃദ്ധി കൊണ്ടല്ല ഈ സന്തോഷം. ഈ രഹസ്യം നല്ലപോലെ അറിയുന്നവരാണ് ഭാരതീയർ. ഇതാണ് നമ്മുടെ സംസ്കാരം. നല്ലപോലെ മനസ്സിലാക്കൂ. അപ്രാപ്തവാഞ്ചാമുസൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ. ഓരോ ദിവസവും നമ്മളെ അഭിമുഖീകരിച്ച് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സമഭാവത്തോടു കൂടിയിരിക്കാൻ സാധിക്കണം. ഈ ഇല്ലപ്പാട്ട് പാടരുത്, നിങ്ങൾ പഞ്ഞപ്പാട്ട് പാടരുത്. അതില്ല ഇതില്ല, എങ്ങനെയാ സ്വാമിജി സന്തോഷം ചോദിക്കരുത്. സന്തോഷം മനസ്സിൻ്റെ വിഭവമാണ്, മനസ്സിൻ്റെ രചനയാണ്. മനസ്സ് സ്വയം നമ്മളെ അനുഗ്രഹിച്ചു തരുന്ന നിധിയാണ് സന്തോഷം. മനസ്സുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ട്. സന്തോഷം രചിച്ചോട്ടെ മനസ്സ്. ആ സന്തോഷം രചിക്കാനുള്ള ഫോമുലയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് വസിഷ്ഠൻ. ആർക്ക്? രാമചന്ദ്ര മഹാപ്രഭുവിന്. അവിടെ അച്ഛനുണ്ട്, സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. കൗസല്യയും ചെറിയമ്മമാരും ഉണ്ട്, പറ്റണില്ല അവർക്ക്. പരവധാനി എത്രയാണ് അവിടെ? സ്വർണം എത്രയാ? കിരീടം എത്രയാ? എല്ലാം ഉണ്ട്, സന്തോഷമില്ല. എന്താ കാരണം? ആ സന്തോഷത്തിന്റെ താക്കോല് തുറക്കണമെങ്കിൽ അപ്രാപ്തവാഞ്ചാമുത്സൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ. ഈ താക്കോലുണ്ടല്ലോ കൂട്ടരെ ഒന്ന് മനസ്സിലാക്കൂ. ഇതാണ് ജ്ഞാനം, ഇതാണ് ജ്ഞാനനിഷ്ഠ. ഈ പറയുന്ന വാക്കുകൾ ഉൾക്കൊണ്ട് ഈ ആശയങ്ങൾ മനസ്സിൽ അലിഞ്ഞു ചേർന്ന് ഇതിനെ ഒരു ആദർശമാക്കി മാറ്റി ആ ആദർശത്തിനെ സദാ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വിശേഷപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ മനസ്സ് സന്തോഷ കൂമ്പാരമായി തീരും. വെറുതെ പോയി എവിടെ? എനിക്ക് എന്താ ഗ്രഹം ഒന്ന് അറിയണം, എന്ത് സന്ധ്യാപ്പുള്ളത്, സ്വാപഹാര ഉള്ളത് ഗ്രഹത്തിൻ്റെ. എന്തിനാത്? ഗ്രഹങ്ങൾ തന്നെ പാപഗ്രഹങ്ങളും പുണ്യഗ്രഹങ്ങളും ഉണ്ടത്രേ. ഗ്രഹങ്ങൾ തന്നെ പാപഗ്രഹങ്ങളും പുണ്യഗ്രഹങ്ങളും ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഗ്രഹങ്ങളെപ്പോലും പാപം പുണ്യം എന്ന് തിരിക്കണത് എന്തിനാ? മനുഷ്യൻ്റെ പാപപുണ്യങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ. എടോ, തൻ്റെ പാപവും തൻ്റെ പുണ്യവും തൻ്റെ ഉള്ളിലാന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൗഢ്യം വന്നു. തൻ്റെ പാപവും പുണ്യവും ഗ്രഹങ്ങൾ കാരണ. കുറെ സമാധാനമായി. അപ്പം പാപപുണ്യ ഗ്രഹങ്ങൾ മൂലം നമുക്ക് പാപം വരണു പുണ്യം വരണു എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഒന്ന് വേറെ, ഇതോ ജ്ഞാനശാസ്ത്രം ഒന്ന് വേറെ. നിങ്ങൾക്കുള്ള സർവ്വവിധത്തിലുള്ള വിഷമത്തിനും ദുരിതത്തിനും അസന്തോഷത്തിനും അതൃപ്തിക്കും ദൗർഭാഗ്യത്തിനുമുള്ള കാരണം രണ്ടേ രണ്ട്. എന്താ അത്? അപ്രാപ്തവാഞ്ചാമുത്സൃജ്യ. കയ്യിലുള്ളത് പോരാ, കയ്യിലുള്ളത് പോരാ, കുറേ കൂടി വേണം, കുറേ കൂടി വേണം. ആ വാഞ്ചയാണ് ഒന്ന്. പിന്നെ ഉള്ളതിൽ സന്തോഷിക്കാൻ പറ്റായി.